അമേരിക്ക, റഷ്യ, ഇസ്രായേൽ, പിന്നെ പല അറബ് രാജ്യങ്ങളൊക്കെ ഇത് നിരോധിച്ചിട്ടുണ്ട്. 67 രാജ്യങ്ങളാണ് LGBTQ നിരോധിച്ചേക്കണേ. ഇന്ത്യയിലാണ് ഇപ്പൊ അന്യായ രീതിയിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിപ്പോ മൈനോറിറ്റിയാണ്. ഇപ്പൊ ഈ വിവാദം പറഞ്ഞുകൊണ്ട് അവരിന്റെ മെജോറിറ്റി ആയുള്ള അവസ്ഥ ആലോചിക്ക്. ഇപ്പൊ പെണ്ണും മാത്രം, ആണും മാത്രം റിലേഷൻഷിപ്പിലാവുന്നുള്ളെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് കണ്ടിട്ട് പുള്ളി പറയുന്ന അഭിപ്രായം കണ്ടായിരുന്നു. LGBTQ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വളർന്ന് അവർ മെജോറിറ്റി ആകുകയും നമ്മുടെ റീപ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് താഴെ പോവുകയും പൂപ്പ് കുത്തുകയും ആണും പെണ്ണും എന്നുള്ള രീതിയിലേക്ക് അത് മാറാതെ അത് പല രീതിക്ക് സ്പ്രെഡായി അത് ഭയങ്കരമായിട്ട് നാശത്തിലേക്ക് പോകും. ഇത് ഭയങ്കരമായിട്ട് 67 രാജ്യങ്ങളിലോളം ഇത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നോക്കി അമേരിക്ക, ഇസ്രായേൽ, അമേരിക്ക പോലും ഇതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. എന്തൊരു വിഡ്ഢിത്തരമാണ്. അമേരിക്കയൊക്കെ 2015 തന്നെ ഇവരെ ഔദ്യോഗികമായിട്ട് കല്യാണം കഴിക്കാനുള്ള അധികാരം വരെ ഉണ്ട് അവർക്ക്. 2015 അവിടുത്തെ നിയമം ഭേദഗതി പ്രകാരം 2015 അവർക്ക് കല്യാണം കഴിക്കാനുള്ള അധികാരം വരെ ഉണ്ട്. ഇന്ത്യയിൽ ഇതുവരെയായിട്ടും നിയമപ്രകാരം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യക്കാരും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണത്. ഇസ്രായേലിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെ അനാവശ്യങ്ങളും കള്ളങ്ങളുമാണ് ഈ ആൾക്കാരോട്ട് പ്രചരിപ്പിക്കുന്നത്. ഇവർ പറയുന്നത് റീപ്രൊഡക്ഷനൊക്കെ നിന്നു പോകുന്ന പറയുന്നത്. 1969 ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്ന് പറയുന്നുണ്ട് ഭൂമിയിലെ 300 കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതായത് 3 ബില്യൺ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് 1969 50 വർഷങ്ങൾക്കപ്പുറം 2026 ആകാൻ പോകുന്നു. ഇപ്പൊ എത്ര ജനമുണ്ട് നമ്മുടെ ലോകത്തിൽ? 8 ബില്യൺ 800 കോടി ജനമുണ്ട്. ഈ 50 വർഷം കൊണ്ട് എത്രയാണ് കുറഞ്ഞോ കൂടിയോ? 125% കൂടുകയാണ് ചെയ്തത്. അല്ല, ഇത് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയെങ്കിൽ ഇത് പണ്ടാരം കുറയെങ്കിൽ കുറച്ച് കുറഞ്ഞോട്ടെ. എന്തൊക്കെ കള്ളത്തരങ്ങൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിയിരിക്കുകയാണ് അമേരിക്ക, USA. ഉണ്ട്, നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അത് ഭൂരിഭാഗം മുസ്ലിം ഭരണത്തിലുള്ള, അതായത് മുസ്ലിമിന്റെ ആ ശരീഅത്ത് നിയമം ഫോളോ അപ്പ് ചെയ്യുന്ന കുറെ രാജ്യങ്ങളുണ്ട്. കാരണം അവരുടെ ഗ്രന്ഥപ്രകാരം അത് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം കുറെ കഴിയുമ്പോൾ ഇതൊക്കെ പരിഷ്കരിച്ച് വരും. ഇത് ഏത് രാജ്യമായാലും പരിഷ്കരിച്ച് വരും. കാരണം UAE, സൗദി, യമൻ അങ്ങനത്തെ കുറെ രാജ്യങ്ങളുണ്ട്. അങ്ങോട്ട് പോകാനാണെങ്കിൽ നൈജീരിയ, ഉഗാണ്ട. കാരണം ഇത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുമായിരിക്കാം. ഇപ്പൊ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ആണിനെ അതൊക്കെ തന്നെ ആയിരിക്കും അവരുടെയും കുഴപ്പം. പെണ്ണിനെ കിട്ടത്തില്ല. അത് തന്നെ ആയിരിക്കും ഇപ്പൊ ഭംഗിയുള്ള പെണ്ണിനെ, ആ പെണ്ണ് ലെസ്ബിയനാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ആ പെണ്ണിന് നിങ്ങളോട് താല്പര്യം വരത്തില്ല. നിങ്ങൾ എത്ര ഷാറൂഖ് ഖാൻ കണക്ക് ഇരുന്നാലും ആ പെണ്ണിന് നിങ്ങളോട് താല്പര്യം വരത്തില്ല. അപ്പൊ അതിനോടുള്ള ആ ഒരു ചൊറിച്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനെ എതിർക്കുന്നതിന്റെ മെയിൻ കാരണങ്ങളിലൊന്ന്. കാരണം